എല്ലാ ദിവസവും ഊണ് കഴിഞ്ഞാലുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാന ചിന്തയാണ് രാത്രി എന്ത് വയ്ക്കുക എന്നുള്ളത്. ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് പണി തീർത്തിട്ട് നേരത്തെ ഉറങ്ങാൻ കയറാമല്ലോ. എന്നെപ്പോലെ ആയിരിക്കുമല്ലേ നിങ്ങളുമൊക്കെ. അപ്പം ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അരിപ്പത്തിരിയും മുട്ടക്കറിയാണ് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കബോർഡ് ക്ലീൻ ചെയ്യാം. എല്ലാ കബോർഡും കൂടെ ഒരു ദിവസം ചെയ്യാമെന്ന് നിന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം വേണം. സോ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഓരോ കബോർഡായിട്ട് ക്ലീൻ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയാണ് ഒരു തിരി കത്തിച്ച് വെക്കുക എന്നുള്ളത്. ഞാൻ ഈ കത്തിച്ച് വെച്ചത് ഒരു കൊതുക് തിരിയാണേ. വീട്ടിൽ ഒരാൾ കൊണ്ടുവന്നിട്ട് മേടിച്ചതാണ്. ഇതെന്തോ നാച്ചുറലി കിട്ടുന്ന സാധനം വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് കത്തിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മൾ കുന്തിരിക്കമൊക്കെ പോയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മെല്ലില്ലേ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ അത് കത്തിച്ച് കുറച്ച് നേരം കബോർഡ് ക്ലോസ് ചെയ്തപ്പോഴാണ് ഞാൻ വേറൊരു സത്യം മനസ്സിലാക്കിയത്. അതിൽ ഞാനറിയാതെ 2 സ്പൈഡറിൻ്റെ കുഞ്ഞുങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിതിൻ്റെ ചൂടും മണമൊന്നും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവും അവർ പുറത്തിറങ്ങി. അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ചെയ്ത ഒരു പരിപാടി വിജയകരമായപ്പോൾ ഞാൻ ആ തിരിയെ അങ്ങനെ കൊണ്ടുപോയി ഒരുപാട് പാത്രങ്ങൾ സ്റ്റോർ ചെയ്തേക്കുന്ന കബോർഡിൽ വെച്ച് കേട്ടോ. ഈ ഫ്ലാറ്റിൽ പൊതുവേ എനിക്ക് പല്ലിയുടെ ശല്യവും ചിലന്തിയുടെ ശല്യവും നല്ല കുറവാണ് കേട്ടോ. വളരെ കുഞ്ഞു ചിലന്തിയെ കാണാറുള്ളൂ. ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാറ്റയാണ്. പാറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ പാറ്റയല്ല കേട്ടോ, വെള്ള കളറിലുള്ള കുഞ്ഞു പാറ്റകളാണ്. ഇങ്ങനെ ഒരു ഐറ്റം പാറ്റേനെ ഞാൻ കാണുന്നത് ഈ ഫ്ലാറ്റിൽ വന്ന ശേഷമാണ് കേട്ടോ. അങ്ങനെ ഇതിനെന്ത് മരുന്ന് പ്രയോഗിക്കുമെന്നുള്ള കഠിനമായ റിസർച്ചിന് ശേഷം ഞാൻ കണ്ടുപിടിച്ചതാണ് ഹിറ്റിൻ്റെ ഒരു പേസ്റ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, പക്ഷേ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി നമുക്ക് പത്തിരിയുടെ പരിപാടി തുടങ്ങാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പത്തിരി മാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്തെന്നാൽ നല്ല രീതിയിൽ കുഴയ്ക്കണം. നല്ല രീതിയിൽ കുഴച്ചാൽ പത്തിരി നല്ല പൊള്ളിയും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ പത്തിരി മാവിന് ചെറിയ ബോൾസ് ആക്കിയാണ് കേട്ടോ വെക്കുന്നത്. അതിനുശേഷം കഴിക്കാൻ സമയമാകുമ്പോഴാണ് വന്ന് പരത്തി പത്തിരി ചുടുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ചൂടോടെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതോടുകൂടി ഏകദേശ പരിപാടിയൊക്കെ അവസാനിച്ചു. മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം 2 ചുട്ട് മിലുവിന് കൊടുത്ത ശേഷമാണ് പിന്നെ നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹിറ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ.